സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ ചർക്കയിലൂടെ നൂൽനൂൽപ്പ് നടത്തുന്ന ഒരു വീട്ടമ്മ ശ്രദ്ധേയമാകുന്നു. കോതമംഗലം ഞായപ്പള്ളി കളത്തിക്കുന്നേൽ എൽസി ബേബിയാണ് കഴിഞ്ഞ 30 വർഷത്തോളമായി ചർക്ക ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങളോടുള്ള അടങ്ങാത്ത ആദരവാണ് കോതമംഗലം ഞായപ്പള്ളി സ്വദേശിനി കളത്തിക്കുന്നേൽ എൽസിയെ കഴിഞ്ഞ 30 വർഷമായി കൈത്തറി മേഖലയിൽ പിടിച്ചു നിർത്തുന്നത്. മരം കൊണ്ടുള്ള ചർക്ക യന്ത്രവൽകൃത ചർക്കയ്ക്ക് വഴിമാറിയെങ്കിലും ഖാദി ബോർഡിന് കീഴിൽ നൂൽനൂൽപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളവരിൽ അവശേഷിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് 52 വയസ്സുള്ള എൽസി. ഖാദി ബോർഡിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൂൽക്കഴികളാക്കി മാസത്തിലൊരിക്കൽ തിരികെ നൽകും. 100 കഴിക്ക് 300 രൂപ പ്രകാരം മിനിമം 300 കഴി ബോർഡിന് നൽകണം. ഒരു കഴിക്ക് 7 പൈസ എന്ന നിരക്കിൽ തുടങ്ങിയ ഈ സംരംഭം ഇന്നും തുടർന്നു പോകുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നാണ് എൽസിയുടെ പക്ഷം. ഞാൻ 300 കഴി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 900 രൂപ കിട്ടുന്നത് വലിയൊരു സംഖ്യയായിട്ട് ഞാൻ തന്നെ കണക്കൂട്ടുകയാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ചെയ്തിട്ട് കിട്ടുന്നതാണല്ലോ. 10 രൂപ കിട്ടണമെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കണ്ടല്ലോ. കൂലിയുടെ വർധനവോ ജോലിയുടെ സ്ഥിരതയോ നോക്കിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ 30 വർഷത്തെ അനുഭവ സമ്പത്ത് കൈമുതലാക്കി ഖാദി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങി വിരമിക്കണമെന്ന ആഗ്രഹവും ഈ വീട്ടമ്മയ്ക്കുണ്ട്. വീട്ടുജോലിക്കിടെ വിശ്രമവേളകളിൽ ചെയ്യുന്ന നൂൽനൂൽപ്പിന് ഭർത്താവ് ബേബിയുടെയും മകൻ അലന്റെയും പൂർണ്ണ പിന്തുണയുമുണ്ട്. ഗാന്ധിജിയെ മനസ്സിലേറ്റി കൈത്തറി മേഖലയെ ഉപജീവനമാർഗമായി കണ്ട ഈ വീട്ടമ്മ ഈ തൊഴിലാളി ദിനത്തിലെ വേറിട്ട കാഴ്ചയായി മാറുകയാണ്. സിജോ വർഗീസ്, ജീവൻ ന്യൂസ്, കോതമംഗലം.